ഇനി ടെസ്റ്റിൽ 3-ാം നമ്പർ പൊസിഷനിലേക്ക് ഇനി ആരെയും നോക്കണ്ട, ഞാനിവിടെ തന്നെ ഉണ്ട്. ഇനി ഞാനവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോളാം. ആ ഒരു മട്ടിലായിരുന്നു നമ്മുടെ ദേവദത്ത് പടിക്കലിൻ്റെ ബാറ്റിങ്. അങ്ങനെ 2ാമത്തെ ടെസ്റ്റിലും ഫസ്റ്റ് ഇന്നിങ്സിൽ സെഞ്ചുറി, ആദ്യത്തെ ടെസ്റ്റിലും ഫസ്റ്റ് ഇന്നിങ്സിൽ സെഞ്ചുറി ആയിരുന്നു. എന്താ ഒരു ബാറ്റിങ്! 193 ബോളിൽ നിന്ന് 117 റൺസ്, 12 ഫോറും ഉണ്ടായിരുന്നത്. അടിപൊളിയായിട്ടല്ലേ. എന്തായാലും 2ാം ടെസ്റ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ദിവസം 300 റൺസിന് 5 വിക്കറ്റ്, ഒരു അടിപൊളി സ്കോറ്. അങ്ങനെ ഇന്നത്തെ കളി കഴിഞ്ഞു. കളിയിലേക്ക് വരാണെങ്കിൽ ടോസ് ഇന്ത്യക്ക് കിട്ടിയത്, നേരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ജയ്സ്വാളും KR ബാറ്റിംഗ് തുടങ്ങി. ജയ്സ്വാൾ ശരിക്കും 1 ഡേ സ്റ്റൈലിലാണ് ബാറ്റിംഗ് ആയിരുന്നത്. 53 ബോളിൽ നിന്ന് 45 റൺസ് എടുത്ത് ഔട്ടായിപ്പോയി. പക്ഷേ ആ ഔട്ടായ സമയത്തും ഒരു രസമായിരുന്നു. 3 ഫോറോ കണ്ടിന്യൂസ് അടിച്ചതിന് ശേഷമാണ് ഫെർണാണ്ടോൻ്റെ ബോൾ ഔട്ടാവണേ. ഔട്ടായി കയറി പോകുന്ന സമയത്ത് എന്താ ഒരു റീസൺ എന്ന് മനസ്സിലാവില്ല. വെറുതെ കളിക്കാരുടെ മെക്കട്ടട് കയറി. പിന്നെ അവിടെ ഒരു ചെറിയൊരു വാക്കേറ്റൊക്കെ ഉണ്ടായി. അമ്പയറും കളിക്കാരൊക്കെ കൂടി ഒന്ന് പുള്ളിയെ സമാധാനിപ്പിച്ച് വിട്ടു. പിന്നീട് വന്ന ദേവദത്ത് പടിക്കലും ആണ് കളി മാറ്റിയത്. 117 റൺസ്, കൂടെ ഗില്ലുണ്ടായിരുന്നു. ഗില്ലും 50 അടിച്ചു. ആദ്യത്തെ ടെസ്റ്റിൽ ഗില്ലിന് വലിയ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത കാരണം 2ാമത്തെ ടെസ്റ്റിലെ ഫസ്റ്റ് ഇന്നിങ്സ് 50 ഒക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പന്ത് വന്നപ്പോഴും പന്തിന് വലിയ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ദേവദത്ത് പടിക്കലായിട്ട് അടുത്തൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തത് രവീന്ദ്ര ജഡേജയായിരുന്നു. ഇപ്പോൾ ക്രീസിൽ നിൽക്കുന്നത് ജൊറലും പുതിയ ഇന്നത്തെ ആദ്യമായിട്ട് ടെസ്റ്റ് കളിക്കാൻ ഇറങ്ങിയ സർനേഷ് ജെയിനുമാണ്. ടീമിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ കുൽദീപ് യാദവ് ഔട്ടായി. അതിന് പറഞ്ഞോണ് സർനേഷ് ജെയിൻ വന്നതാണ്. മൊത്തത്തിൽ കുഴപ്പമില്ല, ഒരു അടിപൊളി ടീം തന്നെയാണ്. കുൽദീപ് യാദവിനെ മാറ്റിയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ട് ഒന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. ശ്രീലങ്കയിൽ ഇന്ന് തന്നെ അവർ 7 ബൗളേഴ്സിനൊന്നും ബൗൾ ചെയ്തായി. അതുപോലെ തന്നെ ഫാസ്റ്റ് ബൗളേഴ്സിന് അനുകൂലിക്കുന്ന പിച്ചാന്ന് തോന്നണം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മെയിൻ ബൗളർ ഫെർണാണ്ടോയ്ക്കാണ് 3 വിക്കറ്റിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇന്ത്യ ബാറ്റിംഗ് വരുന്ന സമയത്തും ബോളിംഗ് വരുന്ന സമയത്ത് ഫാസ്റ്റ് ബൗളേഴ്സിനെ വിക്കറ്റ് ഇടാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നണേ. അറിയില്ല. എന്തായാലും ആദ്യത്തെ ദിവസം ഇന്ത്യ ഒരു അടിപൊളി സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കണേ. ഇനി നാളെ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നാളത്തെ കളിയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക്